ഭാര്യന്റെ മുമ്പിൽ ആളാവുക എന്നുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സ്വഭാവം. എനിക്ക് ആ സ്വഭാവം ഉണ്ടായി. ഇങ്ങനെ ഭാര്യനെ കൂട്ടി ഞാൻ പർച്ചേസിന് പോവാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ചുരിദാർ വാങ്ങിത്തരാം. അപ്പോൾ അവള് പറഞ്ഞ ചുരിദാർ വേണ്ട, ഇഷ്ടമാതിരി ചുരിദാർ വീട്ടിലുണ്ട്, എന്നാൽ പിന്നെ ഒരു സാരി ആയിക്കോട്ടെ. ഇന്നലെ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ സാരിയാണ് കിട്ടി. എന്തിനാണ് ഈ വസ്ത്രം ഇങ്ങനെ പൈസ ഇങ്ങനെ നശിപ്പിക്കുന്നത്? എന്തിനാണ് ഇത്ര പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് നശിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്ദിയൊക്കെ തോന്നി ഭഗവാനോട്. കാരണം ഇന്നലെ കാശ് ചെലവാക്കാത്ത ഒരു ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തോട് ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വീട്ടിലെത്തി. പിറ്റേന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവള് ദേഷ്യത്തോടു കൂടി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം, ഇന്നലെ പർച്ചേസിന് പോയപ്പം ഒരു ടവലെങ്കിലും എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചല്ലടി, ഞാൻ നിന്നോട് 100 പ്രാവശ്യം ചോദിച്ചില്ലേ നിനക്ക് വേണോ വേണോന്ന്. അപ്പൊ അവള് പറയണത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ വാങ്ങി തരണേ, നിങ്ങളുടെ ഭർത്താവല്ലേ, നിങ്ങൾ വാങ്ങി തന്നാ ഞാൻ ഉടുക്കില്ലെന്നാ ചോദിച്ചത്. അന്നാണ് എനിക്ക് മനസ്സിലായത് അവള് വേണം എന്ന് പറയില്ല, അവള് വേണ്ട എന്ന് പറയും. വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രം പറയുക ചെയ്യാം. അതാണ് അവരുടെ ഭാഷ. ആ ഭാഷ അവരുടെ വേണ്ടയുടെ അർത്ഥം വേണമെന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ നിർബന്ധിച്ച് ഒരു സാരി വാങ്ങിക്കൊടുത്താൽ ജീവിത അവസാനം വരെ അവരെ മറക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് ആ നന്ദി എപ്പോഴും ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മളോടുണ്ടാവും.